ലാലേട്ടൻ ആദ്യം ഇപ്പൊ ഇതിൽ കാണിക്കുന്നത് ഒരു റെട്രോ സ്റ്റൈലിലൊരു മലയാളത്തിന്റെ ഒരു റെട്രോ നായകൻ പോലത്തെ ഒരു കോസ്റ്റ്യൂമിലാണല്ലോ. ചില സമയത്ത് നോക്കുമ്പോൾ ജയനാണോ എന്നൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിൽ, എന്നാലും പൂർണ്ണമായിട്ടും ജയനും അല്ല, ആ രീതിയിലൊരു ആഘോഷ രീതിയിലാണ് അദ്ദേഹത്തെ ഒരുക്കിയിട്ടുള്ളത്. പക്ഷെ ഇതിനു മുമ്പ് അതിന്റെ ആദ്യ ആലോചനയിൽ ഒരു സ്ത്രീ വേഷം കെട്ടിയിട്ടുള്ള ലാലേട്ടനായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇൻട്രോ അങ്ങനെയായിരുന്നു. അത് അൻവറിന്റെ ആഗ്രഹം, അൻവർ തുടക്കം മുതലേ പറഞ്ഞു വെച്ചത് ലാലേട്ടന്റെ ഇൻട്രൊഡക്ഷൻ ആ ഡാൻസ് തന്നെ സ്ത്രീ വേഷത്തിലാണ് കാർണിവലിന്റെ ഇടയിൽ. അപ്പോൾ കൊട്ടുകൊച്ചിയിൽ ഈ സ്ത്രീ വേഷം കെട്ടിയ ഒരുപാട് പേര് കാർണിവൽ സമയത്ത് നടക്കും. അപ്പൊ അതുപോലെ സ്ത്രീ വേഷം കെട്ടി നടക്കുന്നു. അപ്പൊ തുടക്കം മുതൽ ഞാനത് എതിരായിരുന്നു. ഞാൻ പറഞ്ഞു ലാലേട്ടന്റെ തുടക്കം തന്നെ സ്ത്രീ വേഷത്തിൽ കാണിച്ചൊരു ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് വേണം എന്ന് പറഞ്ഞു. നമുക്ക് ഇൻ ബിറ്റ്വീൻ അത് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഒരു സീനിൽ വേണമെങ്കിൽ അങ്ങനെയൊക്കെ കൊണ്ടുവരാം. ഇൻട്രൊഡക്ഷൻ അത് ഇല്ലാട്ടോ, അത് രസമായിരിക്കും അത് അങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് അവസാനം സംവിധായകന്റെ ആഗ്രഹപ്രകാരം ഞാൻ അത് സമ്മതിച്ചു. ഓക്കെ ഇല്ല, എഴുതി വെച്ചില്ല, നമ്മുടെ ഡിസ്കഷൻ സമയത്താണ് ഇത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ലാലേട്ടനോട് ഇത് അവതരിപ്പിക്കാൻ വേണമല്ലോ. അപ്പൊ ലാലേട്ടന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും എന്ന് അറിയില്ല. അപ്പൊ ലാലേട്ടനോടും സംസാരിച്ചു കഴിഞ്ഞപ്പോ ഇൻട്രോ ഇങ്ങനെ സ്ത്രീ വേഷം എന്ന് പറഞ്ഞു, ഇങ്ങനെ സ്ത്രീ വേഷത്തിൽ ഡാൻസ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല, പുള്ളി ചെയ്യാന്നുള്ള രീതിയിൽ തന്നെയാണ്.